بيتا أنت ساكنه ليس محتاجا إلى السرج وجهك والله حجتنا يوم يأتي الناس بالحجج ومريضا أنت ذاكره قد أتاه الله بالفرج صل رب العالمين على سيد الكونين والسرج فزمن قد كنت بغيته والسماء في أرفع الدرج باذلا في الحب مهجته سامحا بالروح والمهج يا كريم الجود راحته فكفيت البحر واللجج صاح نسيم طيبه في ذكرى ميلاده صاح نسيم طيبه في ذكرى ميلاده فاض حنين شوقه واحتفل الورى به أحمد يا منبع الجمال أنت حبيبي رسول الله مدحك يا كامل الخصال أبتغي فيه رضا الله 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 حق لا إله إلا الله 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 محمد رسول الله هل هلال المولد ഞങ്ങളുടെയൊക്കെ എല്ലാമായ പ്രിയപ്പെട്ട ചെയർമാൻ ചൂക്കാൻ പിടിച്ച പ്രിയപ്പെട്ട അധ്യക്ഷൻ ജനറൽ കൺവീനർ പി എ അബ്ദുല്ല അവർകളെ, അതുപോലെ ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുന്ന ഈ സംഗമം എന്ന ആശയം ആദ്യമായി കൊണ്ട് അവതരിപ്പിക്കുകയും അതിനുവേണ്ടി രാവും പകലുമില്ലാതെ ഒരു ചെറുപ്പക്കാരനെ പോലെ ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് മുമ്പിൽ നിന്ന് നയിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട ചെയർമാൻ സി എ അഹമ്മദ് ഹാജി അസ്മാസ് അവർകളെ, അതുപോലെ ഈ വേദിയിൽ സന്നിഹിതനായിട്ടുള്ള പ്രഗത്ഭനായ വാഗ്മി നമ്മുടെ ജമാഅത്തിന്റെ ഖതീബ് കൂടിയായിട്ടുള്ള ഖലീൽ ഹുദവി കല്ലായം അവർകളെ, അതുപോലെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിച്ചേർന്നിരിക്കുന്ന കേരളത്തിലെ അറിയപ്പെടുന്ന പ്രഭാഷകനായ പി എം എ ഗഫൂർ സാഹിബ് അവർകളെ, ഈ സംഗമത്തിന്റെ തുടക്കത്തിൽ ഡാറ്റ കേന്ദ്രീകരിക്കുന്നതിന് ഞങ്ങളോടൊപ്പം നേതൃത്വം നൽകി നിന്നിരുന്ന പ്രിയപ്പെട്ടവരായ തായൽ അബ്ദുല്ല, അതുപോലെ വേദിയിൽ സിദ്ദീഖ് വേദിയിലേക്ക് വരണം എന്നവരുടെ ആഗ്രഹമായിരിക്കാം. ടോപ്പ് വേദിയിൽ വരേണ്ടതാണ്. നമ്മൾ ഒരുമിച്ചതും നമ്മുടെ കുടുംബം ചിതറിപ്പോയി കൂടാ എന്നുള്ളത് അവരുടെ പ്രാർത്ഥനയായിരിക്കാം. ആ പ്രാർത്ഥനയിൽ നിന്ന് ഉയർകൊണ്ട ഏറ്റവും മനോഹരമായ ഒരു യാഥാർത്ഥ്യമായിട്ടാണ് നമ്മൾ ഇവിടെ സംഗമിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഞാൻ ഓർക്കുകയാണ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉപ്പയുടെ കൈ പിടിച്ചു പോകുമ്പോ ഉമ്മയുടെ കൈ പിടിച്ചു പോകുന്ന കാലത്ത് നമ്മൾക്ക് എപ്പോഴും അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നത് ഉമ്മയുടെ കുടുംബവുമായിട്ടാണ്. അതെന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, ഉമ്മയാണ് നമ്മൾ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഉപ്പ തിരക്കുകളുടെ ലോകത്തായിരിക്കും. നമ്മ പോറ്റി വളർത്താൻ അവരുടെ ജോലികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തിരക്കുകളുടെ ലോകത്തായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെ കൈപിടിച്ചുകൊണ്ട് ഉപ്പ ഒരിക്കലും നമുക്ക് അവരുടെ കുടുംബത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല എന്നുള്ള
എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഉമ്മയുടെ കുടുംബവുമായി കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിട്ടുള്ള വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഉപ്പയുടെ കുടുംബങ്ങളെ സംബന്ധിച്ചുള്ള പരിമിതമായ അറിവുകളാണ് ഇവിടെ ഈ സംഗമത്തിലൂടെ ഡാറ്റ ശേഖരത്തിലൂടെ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുന്നത്, അങ്ങനെ അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ സംഗമത്തോടുകൂടി നമ്മൾ കുടുംബത്തിന്റെ പൂർണ്ണമായ ഡാറ്റ എടുക്കുമ്പോ എത്രയോ കുടുംബങ്ങളിലേക്ക് ഇതിന്റെ ഫോമുകള് ആയിരക്കണക്കിന് പ്രതിനിധികളെ നമ്മൾ അവരുടെ കൊണ്ട് അതിന് പ്ലാനിംഗ് ഉണ്ട്. ആ പ്ലാനിംഗ് ഒക്കെ അടുത്ത ഒരു വർഷക്കാലത്ത് നമ്മുടെ പ്രവർത്തനത്തിലൂടെ നിങ്ങൾക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കും എന്ന കാര്യം ഞാൻ നിങ്ങളെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അടുത്ത ഒരു വർഷക്കാലത്തേക്ക് നമ്മൾ തുടങ്ങി വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വർഷക്കാലത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടിയുള്ള പ്രാരംഭം കുറിക്കുകയാണ്. ഈ സംഗമത്തോടുകൂടി നമ്മുടെ ഈ കൂട്ടായ്മ അവസാനിക്കുന്നില്ല, ഇതൊരാരംഭം മാത്രമാണ് എന്ന് സാന്ദർഭികമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ കുടുംബം ഇനി എല്ലായിടങ്ങളിലും ഉണ്ടാവണം. മത, സാമൂഹിക, രാഷ്ട്രീയ, കായിക മേഖലകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന പ്രതിനിധികൾ നമ്മുടെ ഈ കുടുംബത്തിൽ നിന്ന് ഉണ്ടാവണം. നമുക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കണം. നമ്മൾ ഓർക്കുകയാണ്, നമ്മുടെ എത്രയോ ചെറുപ്പക്കാരുണ്ട്. ആ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുടുംബങ്ങളെ അറിയാത്ത, കുടുംബങ്ങളെ കണ്ടുമുട്ടാൻ കഴിയാത്ത, അവർ ഇന്നത്തെ കാലത്തിന്റെ മൊബൈൽ യുഗത്തിന്റെ കാലത്തിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു കുടുംബത്തെ യുവത്വത്തെ നമ്മൾ ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുമ്പോ അവരോട് നമ്മൾക്ക് പറയാനുള്ളത്, നിങ്ങൾ സ്വപ്നം കാണുക, നിങ്ങൾ സ്വപ്നം കാണുക. നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥ മേഖലകളിൽ നിങ്ങൾ ഉണ്ടാവണം, അതുപോലെ തന്നെ രാഷ്ട്രീയ മേഖലകളിൽ നിങ്ങൾ ഉണ്ടാവണം, അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ മേഖലകളിലും നമ്മുടെ സാന്നിധ്യം ഉണ്ടാവണം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധി IPL ക്രിക്കറ്റ് മാമാങ്കത്തിൽ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന സഞ്ജു സാംസൺ, രാജസ്ഥാൻ റോയൽസ് കേരളത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധിയാണ്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, സ്വപ്നം കണ്ടാൽ ഇന്ത്യയോളം നമുക്ക് വളരാൻ സാധിക്കും. സ്വപ്നം കണ്ടാൽ ഇന്ത്യയുടെ നെറുകയിലേക്ക് നമുക്ക് ചുവട് വെക്കാൻ സാധിക്കും. നമ്മൾക്ക് എന്തുകൊണ്ട് നമ്മൾക്കിടയിൽ ക്രിക്കറ്റ് താരങ്ങളുണ്ട്, നമ്മൾക്കിടയിൽ ഫുട്ബോൾ താരങ്ങളുണ്ട്, നമ്മൾക്കിടയിൽ കായിക കലാ മേഖലകളിൽ, സാംസ്കാരിക മേഖലകളിൽ മുദ്ര പതിപ്പിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവരായിട്ടുള്ള ഒരുപാട് യുവപ്രതിഭകളുണ്ട്. ആ യുവപ്രതിഭകളെയൊക്കെ നമ്മളൊന്ന് പരിശീലനം കൊടുത്തു കഴിഞ്ഞാൽ നാളെ നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനമായി കൊണ്ട് തീർച്ചയായും നമുക്ക് ഉന്നതങ്ങളിൽ എത്തിച്ചേരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ സ്വപ്നം കാണേണ്ടത്, ക്രിക്കറ്റ് കളിക്കുമ്പോ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെത്താൻ വേണ്ടി സ്വപ്നം കാണുക. സഞ്ജു സാംസൺ സാധാരണ മനുഷ്യരാണ് ഇവർക്ക്. അതുപോലെ തന്നെ IPL പോലെയുള്ള ഉയർന്ന മേഖലകളിലേക്ക് നിങ്ങൾ കാണുക. അതുപോലെ തന്നെ ഫുട്ബോളിലായാലും നിങ്ങൾ ഇന്ത്യൻ ടീം സ്വപ്നം കാണുക. അതുപോലെ തന്നെ പഠിച്ചു വളരുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ ഡോക്ടറാവാൻ സ്വപ്നം കാണുക, എഞ്ചിനീയർമാരാവാൻ സ്വപ്നം കാണുക. അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നല്ല നല്ല ആലിമികൾ ഉണ്ടാവുക, ഹാഫിദുകൾ ഉണ്ടാവുക. അങ്ങനെ എല്ലാ തലങ്ങളിലും മത, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലൊക്കെ സ്വപ്നം കണ്ട് നിങ്ങൾ ചുവട് വെക്കപ്പെടുമ്പോ നിങ്ങൾക്ക് താങ്ങായി, നിങ്ങൾക്ക് കരുത്തായി ഏത് നിമിഷത്തിലും ഈ കുടുംബം ഉണ്ടാകുമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് അതിന്റെ പ്രാക്ടിക്കലായ പരിശീലനത്തിനിടയിൽ ഒരു പോരായ്മ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ കൈപിടിച്ചുകൊണ്ട് നിങ്ങളെ നടത്താൻ ഈ കുടുംബം ഉണ്ടാവുമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും സ്വപ്നം കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. എല്ലാ മേഖലകളിലും നമ്മൾ ഉണ്ടാവണം. തല ഉയർത്തി തന്നെ നമ്മൾക്ക് മുന്നോട്ട് പോകണമെന്ന് സാന്ദർഭികമായി ഒരിക്കൽ നിൽക്കണം. ഇസ്ലാമിക ജീവിത രീതികൾ മുറുകെ പിടിച്ച് ജീവിക്കുവാനും സമൂഹത്തിൽ സൽപ്പേർ നിലനിർത്തി മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. ഇവിടെ വന്ന് എല്ലാ സഹോദര സഹോദരന്മാരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. കുടുംബം എന്ന വികാരം മാത്രമാണ് നമ്മളിവിടെ എത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് പോകാം. കുടുംബമെന്ന വലിയ കൂട്ടായ്മ ഇവിടെ യഥാർത്ഥമാകുമ്പോൾ നമ്മുടെ പൂർണ്ണ കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കുവാനും കുടുംബത്തെ മനസ്സിലാക്കുവാനും യുവതലമുറയ്ക്ക് ഇത് ഒരവസരമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കാരണം അത് ഇവിടെ വിവരിക്കാൻ ബഹുമാനപ്പെട്ട ഉസ്താദുണ്ട്, നമ്മുടെ ഗഫൂർ സാഹിബുണ്ട്. ഗഫൂർ സാഹിബിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാതെ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. കാരണം നമ്മളോട് നമ്മുടെ പരിപാടി കേട്ടുന്ന വേറൊരാളായിരുന്നു. അദ്ദേഹത്തിന് സാന്ദർഭികവശാൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അങ്ങനെ 2 ദിവസം മുമ്പാണ് അദ്ദേഹം നമ്മളെ വിളിച്ച് പറയുന്നത്, എനിക്കിത് സാധ്യമല്ല, പകൽ സാധ്യമല്ല, രാത്രിയായാലേ പറ്റുള്ളൂ. രാത്രി നമുക്ക് വേണ്ടാന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട ഗഫൂർ സാഹിബിനെ എൻ്റെ അനുജൻ മുസ്തഫ ബന്ധപ്പെട്ടു. അൽഹംദുലില്ലാ അദ്ദേഹം അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സ് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. റഖീബ എന്നുള്ള ഒരു ആയത്ത് നമ്മൾ കേൾക്കാറുണ്ട്. എല്ലാം നമുക്കത് മണപ്പാടമാണ്. കാരണം നിക്കാഹിന് പോയി കേട്ട് അതിന്റെ അർത്ഥം പരിശോധിച്ചപ്പോൾ പറയുന്നത് അള്ളാഹു അവന്റെ സിഫത്തുകൾ പറഞ്ഞ ശേഷം രണ്ടാമത് പറയുന്ന വാക്കാണ് കുടുംബം ചേർക്കുക. കുടുംബം ചേർക്കുക എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വന്നിട്ട് ഇങ്ങനെ കൂടുമ്പോൾ ഇമ്പം കുടുംബം എന്നാണ് പറയാറുള്ളതെങ്കിലും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ പറയുന്നു, കൂടുമ്പോൾ മാത്രമല്ല, കൂടിയാലും കൂടിയില്ലെങ്കിൽ നമുക്ക് ഇമ്പം വേണം. നമ്മൾ ഒരു കുടുംബമാണ്. ഇന്നലെ വരെ നമ്മൾ തമ്മിൽ അറിയാത്തവർ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ആവശ്യം കുടുംബമൊന്നും അറിയില്ല. അത് ഇന്ന് മുതൽ അൽഹംദുലില്ലാ നമുക്ക് തമ്മിൽ പരിചയപ്പെടാനും നമ്മൾ കുടുംബക്കാരാണെന്ന് നമുക്ക് ധൈര്യമായി പറയാൻ കഴിയുന്ന ഒരു അവസരമാണിത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രസംഗം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഇവിടെ പ്രസംഗിക്കാൻ നമ്മുടെ ഉസ്താദ് എല്ലാവരും ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമ്മളെ കുടുംബം നമ്മളെ എല്ലാത്തിനും ഇപ്പോൾ ആര് സൂചിപ്പിച്ച പോലെ ഇവിടെ സകാത്ത് സെല്ലിനെ കുറിച്ച് പറഞ്ഞു, നമ്മുടെ ഒരു ട്രസ്റ്റ് രൂപീകരണത്തിനെ കുറിച്ച് പറഞ്ഞു. സന്തോഷത്തിൽ മാത്രമല്ല സങ്കടത്തിൽ നമ്മൾ ഒന്നാവണം. ഞാൻ തന്നെ ഒരു രോഗിയാണ്. എൻ്റെ കിഡ്നി മാറ്റിവെച്ചതാണ്. ഏകദേശം 13 വർഷത്തോളമായി. രോഗം എന്താണെന്ന് അതിൻ്റെ പരിപൂർണത അനുഭവിച്ചറിഞ്ഞ ആളാണ് ഞാനും. അപ്പൊ അതുകൊണ്ട് ഈ കുടുംബം എന്താണ് കുടുംബം, എവിടെ നിന്നാണ് കുടുംബം തുടങ്ങുന്നത്? നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, അവരെ മാതാപിതാക്കൾ. ഇപ്പൊ എൻ്റെ ഉമ്മാന്റെ കുടുംബമാണിത്. എൻ്റെ ഉമ്മ നഫീസ. പള്ളച്ച അഥവാ പള്ളിയാൻ കുഞ്ഞിച്ച ഉമ്മാരിയുമ്മ ദമ്പതികൾ ബീജം വാങ്ങി വളർത്തിയ ഈ പള്ളിയാൻ കുടുംബം എന്ന മഹത്തായ വൃക്ഷത്തിന്റെ 5 വൃക്ഷം ഇന്നിവിടെ ഒരുക്കിയിരിക്കുന്ന തണലിൽ നമ്മൾ കുടുംബ സംഗമം എന്ന പേരിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. ഞാൻ കൂടുതലായൊന്നും സംസാരിക്കുന്നില്ല. നമ്മൾ പള്ളച്ചയിൽ നിന്ന് പള്ളച്ച ഉമ്മാരി ഉമ്മ എന്നിവരെയും തുടങ്ങി അവരുടെ 4 സന്തതികളായിരുന്നു. 1 മമ്മിച്ച, 2 അബ്ബാസ്, 3 മൊയ്ച്ച, 4 ഉമ്മാരി ഉമ്മ ചേർന്നു. ഈ 4 മക്കളുടെ ശാഖയായി വരുന്ന മമ്മിച്ച ഫാമിലിയിൽ വരുന്ന ബി ഫാത്തിമ തായൻ, അന്തിനി തായൻ, അബ്ദുൽ ഖാദർ തായൻ. അബ്ബാസ് ഫാമിലിയിൽ വരുന്ന മുഹമ്മദ്, പള്ളിയാൻ, അബ്ദുല്ല, കുഞ്ഞഹമ്മദ് ഉടുപ്പി. കുഞ്ഞഹമ്മദ് ഉടുപ്പി, ഫാത്തിമ പള്ളിന്റെ അടുക്കൽ, മറിയുമ്മ സോണങ്കേരി. കുടുംബകാരികളായാലും വിദ്യാർത്ഥിനികളായാലും എല്ലാ ഇതാണ് എനിക്കിവിടെ ആമുഖമായി ഉണർത്താനുള്ളത്. അത് വെച്ചാണ് അരമണിക്കൂർ നിങ്ങളുമായി എനിക്ക് അഭിമുഖീകരിക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, മൻ സറഹു അൻ യുബസത ലഹു ഫീ റിസ്ഖിഹി ഔ യുൻസഅ ലഹു ഫീ അഥരിഹി ഫൽയസിൽ റഹിമ. നിങ്ങൾക്ക് യുബസത ലഹു ഫീ റിസ്ഖിഹി, മരിക്കുന്നത് വരെ മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടാതെ എപ്പോഴും ഉയർന്ന കൈകളായി, അതാണ് അൽയദുൽ ഉൽയ ഖൈറുൻ മിനൽ യദി സുഫ്ല. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽയദുൽ ഉൽയ ഉയർന്ന കൈയാണ്, മിനൽ യദി സുഫ്ല താഴെയുള്ള കൈയിനേക്കാൾ നല്ലത് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഉയർന്ന കൈ? എന്താ? കൊടുക്കുന്ന കൈകളാണ് വാങ്ങുന്ന കൈകളെക്കാൾ നല്ലത് എന്ന് ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ മരിക്കുന്നത് വരെ ഉയർന്ന കൈകളാവുക, മരിക്കുന്നത് വരെ കൊടുക്കാൻ കഴിയുക, വാങ്ങുന്നതിനേക്കാൾ കൊടുത്തു ശീലിക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാവുക. കടങ്ങളില്ലാതിരിക്കുക, ദാരിദ്ര്യമില്ലാതിരിക്കുക, സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാതിരിക്കുക.
ഇങ്ങനെ മരിക്കുന്നത് വരെ സാമ്പത്തികമായ ഒരു പ്രതിസന്ധി പോലും ഇല്ലാതെ ജീവിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നബി തങ്ങളുടെ ചോദ്യം. രണ്ടാമത്തെ നബി തങ്ങൾ ചോദിച്ചു, ഔ യുൻസഅലഹു ഫീ അഥരിഹി, ഒരുപാട് കാലം ജീവിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഒരു 40 വയസ്സാകുമ്പോൾ മരിച്ചു പോവാതെ, ഒരു 60 വയസ്സാകുമ്പോൾ മരിച്ചു പോവാതെ 90 വരെ, 100 വരെ, 110 വരെ, 120 വരെ ഒക്കെ ജീവിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഹബീബായ നബി തങ്ങളുടെ ചോദ്യം. എന്നിട്ട് നബി തങ്ങൾ തന്നെ അതിന് മറുപടി പറഞ്ഞു, എങ്കിൽ ഫല്യസിൽ റഹിമഹു, അവന്റെ കുടുംബ ബന്ധം ചേർക്കട്ടെ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോഗ്യത്തോടു കൂടിയുള്ള നിങ്ങൾ ചെയ്യേണ്ടത് കുടുംബ ബന്ധം ചേർക്കണമെന്നാണ് ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ചിന്തിക്കാം, വളരെ പ്രധാനമായി നമ്മളിവിടെ ശ്രദ്ധിക്കാം, കുടുംബ ബന്ധം ചേർത്താൽ എങ്ങനെയാണ് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവുക? കുടുംബ ബന്ധം ചേർത്താൽ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ രോഗമില്ലാതെ ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് ഉണ്ടാവുക? പഠിക്കുന്ന സമയത്ത് ഒരുപാട് ചിന്തിച്ച ഒരു ഹദീസാണ്. എന്ന് പറയുന്ന പ്രദേശത്ത് 120 വയസ്സ് വരെ, അഥവാ 1 ലക്ഷം ആളുകളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ, സർവേ എടുത്തു നോക്കുമ്പോൾ അതിൽ 25% ആളുകളും 121 വയസ്സ് വരെ ജീവിക്കുന്നവരാണ്. ജപ്പാനിലെ ഹിരോഷിമയും നാഗസാക്കിയുടെ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. രണ്ടാം ലോക മഹായുദ്ധത്തോടനുബന്ധിച്ച് അണുബോംബ് വർഷിച്ച്, ആറ്റം ബോംബ് വർഷിച്ച് 2 സ്ഥലങ്ങൾ എന്ന് പറയുന്ന പ്രദേശം. ഈ പ്രദേശത്തുകാർ 25% ആളുകളും 120 വയസ്സും കടന്ന് ആരോഗ്യത്തോടെ ജീവിക്കുന്നു. അതിനെക്കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും 2 ആളുകൾ അവിടെ ചെല്ലുകയും എന്താണ് അവരുടെ ദീർഘമായ ആയുസ്സിന്റെ രഹസ്യം, എന്താണ് അവരുടെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്ന് പഠിക്കാൻ പോയി. അത് വളരെ വ്യക്തമായി എഴുതി വെച്ച ഒരു പുസ്തകമാണ് ഇഖിഗായ് എന്ന് പറയുന്ന പുസ്തകം. കഴിയുന്ന ആളുകൾ ഒരു തവണ വായിക്കുന്നത് അവരുടെ ആരോഗ്യം നിലനിർത്താനും അവരുടെ സന്തോഷം നിലനിർത്താനും വളരെ ഉപകാരപ്രദമായ, വളരെ സിമ്പിളായി 1-2 ദിവസം കൊണ്ട് വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. അപ്പൊ പ്രിയപ്പെട്ടവർ, ഇതിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. അപ്പൊ ഇവിടെ വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് അവർക്ക് ഒരുപാട് കാലം ആയുസ് കിട്ടുന്നത്, രോഗം വരാതിരിക്കുന്നത്? അത്തരം വിഷയങ്ങളിലാണ് നമ്മൾ കൂടുതലായി നമ്മുടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. ഒന്ന്, കുടുംബബന്ധം ചേർക്കുക. കുടുംബബന്ധം ചേർക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ദീർഘായുസ് കിട്ടും. എന്തുകൊണ്ടാണ് കുടുംബബന്ധം ചേർക്കുമ്പോൾ ദീർഘായുസ് കിട്ടുന്നത്? കുടുംബബന്ധം ചേർക്കുന്ന ആളുകൾക്ക് സ്ട്രെസ്, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവണം, കടങ്ങൾ ഉണ്ടാവരുത്, ദാരിദ്ര്യം ഉണ്ടാവരുത്. എങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് കുടുംബബന്ധം ചേർക്കലാണ്. അപ്പൊ ഈ ഒക്കിനോവ എന്ന് പറയുന്ന പ്രദേശത്തുകാരുടെ ആരോഗ്യത്തിന്റെ രഹസ്യം പഠിക്കാൻ 2 ആളുകൾ പോയപ്പോ അവിടെ അവര് വളരെ പ്രധാനമായി ജീവിതത്തിൽ സൂക്ഷിക്കുന്ന ഒരു രഹസ്യം അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസാണ്. അഥവാ ഹര ഹച്ചിബു എന്ന് അവർ പറയാം. നിങ്ങളുടെ വയറ് ഒരു കാരണവശാലും 80% മുകളിലേക്ക് നിറയാൻ പാടില്ല. 80% മുകളിലേക്ക് നിങ്ങൾ തിന്നാൻ പാടില്ല. 80% മുകളിലേക്ക് നിങ്ങൾ കുടിക്കാൻ പാടില്ല. ഇത് ആ ഒക്കിനോവ എന്ന് പറയുന്ന പ്രദേശത്തുകാരുടെ മോട്ടോയാണ്, അവരുടെ മുദ്രാവാക്യമാണ്. അവരുടെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അവർ പറയും ഹര ഹച്ചിബു, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവർ പറയും ഹര ഹച്ചിബു. ഹര ഹച്ചിബു എന്ന് പറഞ്ഞാൽ 80% നിങ്ങളുടെ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഭക്ഷണം നിർത്തണം, അവസാനിപ്പിക്കണം. അതിനപ്പുറത്തേക്ക് നിങ്ങൾ തിന്നരുത് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യന് നട്ടെല്ല് നിവർന്ന് ജീവിക്കണമെങ്കിൽ അയാൾ 1, 2, 3 ഉരുളകൾ കഴിച്ചാൽ മതി എന്ന് നബി തങ്ങൾ പറയുന്നുണ്ട്. നട്ടെല്ല് നിവർന്ന് നിൽക്കാൻ ഒരാൾക്ക് 1, 2, 3 ഉരുളകൾ കഴിച്ചാൽ മതി. പ്രിയപ്പെട്ട ആളുകളാണ് നമ്മളെല്ലാവരും. ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സോഷ്യൽ സൈറ്റുകൾ തുറന്നു നോക്കുമ്പോൾ നിരന്തരമായി കാണുന്നത് ഹൗ ടു റെഡ്യൂസ് യുവർ ബെല്ലി ഫാറ്റ്, എങ്ങനെയാണ് നിങ്ങളുടെ ബെല്ലി ഫാറ്റ് കുറക്കാം, എക്സസൈസുകള്, ഭക്ഷണങ്ങള്, ഡയറ്റിംഗ് സിസ്റ്റങ്ങള്, ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ബഹുഭൂരിഭാഗം ആളുകളും ഇതൊക്കെയായിരിക്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അതൊക്കെ AI ടെക്നോളജിയുടെ സ്വാധീനം കൊണ്ടാണ്. നമ്മൾ ചിന്തിക്കുന്നത് വരെ മൊബൈൽ ഫോണുകൾ കാണിക്കാൻ തുടങ്ങി. മുമ്പൊക്കെ നമ്മൾ ഒരു തവണ സെർച്ച് ചെയ്താൽ മതി. ആദ്യകാലത്ത് ഒരു സോഫ സെറ്റിനെ കുറിച്ച് സെർച്ച് ചെയ്താൽ നിരന്തരമായി പല ഫർണിച്ചർ കടകളുടെ പരസ്യങ്ങൾ വരിക. ഇന്ന് നമ്മൾ സംസാരിച്ചാൽ മതി, 2 ആളുകൾക്കിടയിൽ ഒരു വണ്ടിയെ കുറിച്ച് സംസാരിച്ചാൽ അടുത്ത തവണ നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോൾ ആ വണ്ടി. അപ്പൊ നമ്മുടെ മുമ്പിലൊക്കെ എല്ലാവരുടെ മനസ്സിലുള്ള ഒരു ആശങ്കയാണ് വളർന്നു വരുന്ന വയറ് എന്നുള്ളത്. ഇതെങ്ങനെ കുറക്കാം എന്നുള്ള ആശങ്ക സ്ത്രീകൾക്കുണ്ട്, പെൺകുട്ടികൾക്കുണ്ട്, ചെറുപ്പക്കാർക്കുണ്ട്. പക്ഷെ ഒരാളെ കൊണ്ട് അത് കുറക്കാൻ കഴിയുന്നില്ല. എന്താണ് ഇതിന്റെ പരിഹാരം? ആ പരിഹാരത്തെ കണ്ടെത്തേണ്ടത് ഹബീബായ നബി തങ്ങളിലൂടെ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾ മാതൃകയാക്കേണ്ടത് ഹബീബായ നബി തങ്ങളെയാണ്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരികൾ അവിടെ ഉണ്ട്. നിങ്ങൾ ഒരുപാട് ഡയറ്റിങ്ങിന്റെ പിന്നാലെ അല്ല പോവേണ്ടത്, നിങ്ങൾ ജിമ്മിന്റെ പിന്നാലെ അല്ല പോവേണ്ടത്. എന്തുകൊണ്ടാണ് നമ്മുടെ വയർ ഇങ്ങനെ ഫാറ്റ് വലുതാവുന്നതും വയർ വലുതാവുന്നതും എന്നിങ്ങനെ നമ്മൾ ആലോചിച്ച് അതിന്റെ കൃത്യമായ സോഴ്സ് അവരെണീറ്റ് 1-2 മണിക്കൂർ ഓടിയാൽ നമ്മുടെ വയർ കുറയൂലേ? എന്തുകൊണ്ട് വയർ ഉണ്ടായി? ഒരു മനുഷ്യന്റെ വയറിന്റെ സൈസ് എത്രയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ, നിങ്ങൾക്ക് നട്ടെല്ല് നിവർന്ന് നടക്കണമെങ്കിൽ 1, 2, 3 ഉരുളകൾ മതിയെന്ന്. നോക്കൂ, നിങ്ങൾ ഖന്തഖ് യുദ്ധം നടക്കുന്ന സമയം ഹബീബായ നബി തങ്ങളുടെ സമീപത്തേക്ക് സ്വഹാബാക്കൾ വരുന്നുണ്ട്. ആ സ്വഹാബാക്കൾ വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, അവരവരുടെ കുപ്പായം അഴിച്ചുകൊണ്ട് നബി തങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. നബി, ഞങ്ങളൊക്കെ പട്ടിണിയാണ്, ഞങ്ങളൊക്കെ വല്ലാതെ വിശപ്പിൽ കുടിക്കാൻ തുടങ്ങിയത്. എന്നിട്ട് അവരുടെ വയറ്റത്ത് വെച്ച കല്ലുകൾ നബി തങ്ങൾക്ക് കാണിച്ചു കൊടുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മനസ്സിലായി, നട്ടെല്ല് വളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കല്ല് വെച്ച് കെട്ടിയിരിക്കുന്നത്. എന്തിനാണ് അവര് അവരുടെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയത്? നട്ടെല്ല് വളയാതിരിക്കാനാണ്. എന്തുകൊണ്ടാണ് അവരുടെ നട്ടെല്ല് വളയുന്നത്? അവർക്ക് അവരുടെ നട്ടെല്ല് നിവർന്നു നിൽക്കാനുള്ള 1, 2, 3 ഉരുളകൾ കിട്ടുന്നില്ല. വളയുന്നത് എന്തുകൊണ്ട്? 1 അല്ല 100 ഉരുളകളാണ് നമ്മൾ നമ്മുടെ വയറ്റത്തേക്ക് കയറ്റുന്നത്. 1, 2, 3 പൊറോട്ടകൾ, അതിന്റെ കൂടെ അൽഫാമും ഷവായും, അതിന്റെ കൂടെ നമ്മൾ കഴിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ, അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്ന ഡെസേർട്ടുകൾ, ഐസ്ക്രീമുകൾ, ഫ്രൂട്ട്സുകൾ, കട്ടൻ ചായ, ഇതൊക്കെ കഴിഞ്ഞ് വയറിന്റെ ലിമിറ്റിനപ്പുറത്തേക്ക് പോകുമ്പോഴാണ് നമ്മുടെ നട്ടെല്ല് ബാക്കോട്ടേക്ക് വളയുന്നതും നമ്മുടെ വയർ മുന്നിലേക്ക് വളർന്നു വരുന്നതും. എന്നാൽ നബി തങ്ങളുടെ കാലത്ത് അങ്ങനെയായിരുന്നില്ല. അവര് പട്ടിണി കാരണത്താൽ അവരുടെ നട്ടെല്ല് മുന്നിലേക്ക് വളയുമോ എന്ന പേടി കാരണം അവരെല്ലാവരും വയറ്റത്തേക്ക് കല്ല് വെച്ച് കെട്ടി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബാക്കൾക്ക് മുമ്പിൽ നബി തങ്ങളുടെ വസ്ത്രം തുറന്ന് കാണിച്ചു കൊടുത്തു. നിങ്ങൾ നിങ്ങളുടെ വയറ്റത്ത് ഒരു കല്ലാണ് കെട്ടിയിട്ടുള്ളതെങ്കിൽ എന്റെ വയറ്റത്ത് ഞാൻ 3 ഈ സദസ്സിനാക്കി മാറ്റണമെന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാ? ആദ്യം ഈ സദസ്സിന്റെ സ്ക്വയർ ഫീറ്റ് എത്രയാണെന്ന് നമ്മൾ എടുക്കും. ഇതിന്റെ മെഷർമെന്റ് എടുക്കും. ഇതിന്റെ മെഷർമെന്റ് ഏകദേശം 400 അല്ലെങ്കിൽ ഒരു 800 സ്ക്വയർ ഫീറ്റ് ആണ് എന്ന് നമ്മൾ സങ്കല്പിക്കാം. ഈ സദസ്സിന്റെ സ്ക്വയർ ഫീറ്റ് 800, സദസ്സിന്റെ മെഷർമെന്റ് 800 സ്ക്വയർ ഫീറ്റ് ആണെന്ന് സങ്കല്പിക്കുക. ഇതിനെ 3 ഭാഗമാക്കണമെന്ന് ഒരു വർഷം കൊണ്ട് ഡയറ്റിംഗ് ചെയ്ത് കുറക്കണമെന്ന് പറഞ്ഞ് നടക്കാൻ പോകുന്ന കാര്യമില്ല. ഒരു വർഷം കൊണ്ട് അത് അവസാനിക്കില്ല. എത്ര വർഷമാണോ നിങ്ങൾ ഇതിനെ വീർപ്പിക്കാൻ വേണ്ടി എടുത്തത്, അത്രയും വർഷം ഇത് കുറക്കാൻ വേണ്ടി എടുക്കേണ്ടി വരും. ഭക്ഷണം നിയന്ത്രിക്കുകയാണെങ്കിൽ, ഡയറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ. എന്നാൽ ഡയറ്റിംഗിന്റെ കൂടെ എക്സസൈസും വർക്കൗട്ടും കാർഡിയോ, ആപ്സ് പോലെയുള്ള എല്ലാ വർക്കൗട്ടും എടുത്ത് നിരന്തരമായി ഹാർഡ് വർക്ക് ചെയ്താൽ 6 മാസം കൊണ്ട് നമുക്ക് കുറക്കാൻ പറ്റും. ഹാർഡ് വർക്ക് ചെയ്താൽ 6 മാസം കൊണ്ട് കുറക്കാൻ പറ്റും. വെറും ഒരു ഹാർഡ് വർക്ക് എന്ന ഭക്ഷണ നിയന്ത്രണമില്ല, 6 മാസം കൊണ്ട് കുറക്കാൻ കഴിയില്ല. ഒരാൾ മൂക്കറ്റം വരെ തിന്നാണ്, മൂക്കറ്റം വരെ ഒരാൾ തിന്നാണ്. എന്നിട്ട് വൈകുന്നേരവും രാവിലെയും ഫുട്ബോൾ മൈതാനിയിൽ ചെന്ന് 2 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഫുട്ബോൾ കളിച്ചതുകൊണ്ട്, പന്ത് കളിച്ചതുകൊണ്ട് അയാൾക്ക് 6 മാസം കൊണ്ട് അയാളുടെ വേറെ കുറക്കാൻ മുട്ട കൊടുത്തേക്കുന്ന ഉമ്മമാരുണ്ട്. ഇത് തമാശ പറയല്ല, കണ്ണുകൊണ്ട് കണ്ടതുകൊണ്ടും നമ്മുടെ സ്കൂളിൽ അനുഭവിച്ച ഒരു സംഭവമായതുകൊണ്ടും ഞാൻ പറയാണ്. ഒരു സ്നാക്സിന് 19 കാടമുട്ട, അത് കഴിഞ്ഞിട്ടാണ് ലഞ്ചിന് വേറെയും ഭക്ഷണം കൊണ്ടുവരുന്നത്. ഇങ്ങനെ ചെറുപ്പത്തിലെ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞതിന്റെ നേരെ വിപരീതം നമ്മുടെ മക്കൾ നമ്മൾ വളർത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഒരു മനുഷ്യൻ അലസനായി മാറാൻ, രോഗിയായി മാറാൻ. ഒരു മനുഷ്യൻ എപ്പോഴും മടിയനായി മാറാണ് ഭക്ഷണം കൂടുന്നതിനനുസരിച്ച്. ഭക്ഷണം നിയന്ത്രിക്കാതെ ബുദ്ധിശക്തി ഉണ്ടാവില്ല, ഓർമ്മശക്തി ഉണ്ടാവില്ല. ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ചാണ് റിസൾട്ട് കുറഞ്ഞു വരിക. അപ്പൊ നമ്മൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ന്യൂട്രീഷൻ വേണം, പ്രോട്ടീൻ വേണം, കാര്യങ്ങളൊക്കെ വേണം. അതൊക്കെ കൃത്യമായി മനസ്സിലാക്കി നമ്മുടെ മക്കളുടെ ഭക്ഷണം നിയന്ത്രിച്ചാലേ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ആരോഗ്യം നിയന്ത്രിക്കാൻ ഒരു കാര്യമാണ്. 80% മാത്രമേ അവരുടെ വയറ് നിറക്കാറുള്ളൂ എന്ന് നിങ്ങൾക്കൊക്കെ കേട്ട ചരിത്രമാണല്ലോ. അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലത്ത് ഒരു ഡോക്ടർ വന്നതും മദീനയിൽ ഒരു ക്ലിനിക് ഉള്ളതുകൊണ്ട് ആ ഒരു മേഖലയിലേക്ക് ഞാൻ കടന്നു വരാത്തതാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ ഹദീസ് മുൻനിർത്തി ഞാൻ നിങ്ങളോട് പറയാണ്, മൻ സറഹു, നിങ്ങൾക്ക് സന്തോഷമുണ്ടോ, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഒരുപാട് കാലം ജീവിക്കണമെന്ന്? ബഹുമാനപ്പെട്ട നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ അഹമ്മദ് ഹാജി എന്നോട് ഏകദേശം ഒരാഴ്ച മുമ്പ് പറഞ്ഞു, ഞാൻ എല്ലാ ബിസിനസ്സിൽ നിന്നും വിട്ടു നിൽക്കാണ്. അവർ നല്ല ബന്ധമാണ്, അവർ ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ നല്ലൊരു റാപ്പോ, നല്ല ബന്ധമുള്ള ആളുകളാണ്. എന്റെ അനുജന്മാരോട് പറയുന്നുണ്ട്, മതി നിങ്ങൾ ബിസിനസ് ഒക്കെ നിർത്തി വിശ്രമിക്കണം. ഞാൻ പറഞ്ഞു മൂപ്പരോട്, നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ള സമയമായിട്ടില്ല. വിശ്രമിക്കാനുള്ള സമയമല്ല, നമ്മൾ വിശ്രമിക്കുന്നത് മരിക്കുന്നതിന്റെ 1 മണിക്കൂർ മുമ്പാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ വിശ്രമിക്കുമ്പോഴാണ് നമ്മൾ രോഗിയായി മാറുക. ഒരു പണിയുമില്ലാതെ, ഒരു ബിസിനസ്സും ഇല്ലാതെ, ഒരു ജോലിയും ഇല്ലാതെ നമ്മൾ ഇങ്ങനെ ഒറ്റയ്ക്ക് വീട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ
നമ്മൾ രോഗിയായി മാറുക. അതിനപ്പുറം എന്താ ചെയ്യേണ്ടത്? ഈ ഒക്കിനോവ എന്ന് പറയുന്ന പ്രദേശത്തുകാർ 120 വയസ്സായാലും അവർ ജോലിക്ക് പോകും. നാളെയാണ് മരിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി വരെ അവർ ജോലിക്ക് പോകും. മരിക്കുന്നതിന്റെ മണിക്കൂർ മുമ്പ് വരെ അവർ ജോലിക്ക് പോകും. എത്രയാണ് അവരുടെ പ്രായം? 120 വയസ്സാണ്. എന്താണ് ഇതിന്റെ രഹസ്യം? എപ്പോഴും ബിസി ആവുക എന്നുള്ളതാണ്, എപ്പോഴും തിരക്കുള്ളവരായി മാറുക എന്നുള്ളതാണ്. തിരക്കുണ്ടാകുമ്പോഴാണ് നമ്മൾക്ക് ഒരുപാട് ദീർഘായുസ് ഉണ്ടാവുക. നമ്മൾ കാണുന്നില്ല രാഷ്ട്രീയ നേതാക്കന്മാരെ, അവർക്ക് അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ആ അസുഖങ്ങൾ അവരെ വേട്ടയാടുന്നുണ്ടോ? എത്ര ക്യാൻസർ ബാധിച്ച മാരകമായ രോഗങ്ങൾ ബാധിച്ച രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. 70 കഴിഞ്ഞിട്ടും 80 കഴിഞ്ഞിട്ടും ആരോഗ്യത്തോടെ നടക്കുന്ന ആളുകൾ. എന്തേ? അവർ തിരക്കുള്ളവരാണ്. ഒരു മീറ്റിംഗ് കഴിഞ്ഞാൽ അടുത്ത മീറ്റിംഗിലേക്ക്, ഒരു പരിപാടി കഴിഞ്ഞാൽ അടുത്ത പരിപാടിയിലേക്ക് വിശ്രമമില്ലാതെ ഓടിക്കൊണ്ടിരിക്കും. ഒരുപാട് ഫാഷൻ ഷോകൾ ഉണ്ടാകുന്നു, പെൺകുട്ടികളുടെ ഫാഷൻ ഷോകൾ. ആ ഫാഷൻ ഷോകളിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് മോഡലുകൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം എന്താണ് എന്ന് ചോദിച്ചാൽ 9 മണിക്കൂർ നീണ്ട ഉറക്കാണ് അവർ ഉറങ്ങാറുള്ളത്. 9 മണിക്കൂർ നീണ്ട ഉറക്കിന് ശേഷമാണ് അവർ ഫാഷൻ ഷോക്ക് വേണ്ടി മോഡലുകൾ പോകാറുള്ളത്. എന്തുകൊണ്ടെന്നറിയോ? ഉറക്കം അവരുടെ ശരീരത്തിന്റെ ചർമ്മങ്ങളെ സോഫ്റ്റ്നെസ് ഉള്ളതാക്കുന്നു. അവരുടെ ശരീരത്തിന്റെ റിങ്ങുകള് ചുളുങ്ങിയ ഭാഗങ്ങളെ സ്മൂത്ത് ആക്കുന്നു, ചുളുങ്ങിയ ഭാഗങ്ങളൊക്കെ പോകുന്നു. എന്നിട്ട് ഒക്കിനോവ എന്ന് പറയുന്ന പ്രദേശത്തുകാർ പറയാണ്, ദിവസവും 7 മുതൽ 8 മണിക്കൂർ വരെ പോകുന്നത്, നമ്മുടെ മുഖത്തിന്റെ ചുളിവുകൾ വരുന്നത്, പ്രായം തോന്നിക്കുന്നത്. എത്രയാണ് നിന്റെ പ്രായം? 40 എന്ന് പറയും. സത്യത്തിൽ അവർക്ക് 35 വയസ്സ് പോലും ആയിട്ടുണ്ടാവില്ല. ആ ഒരു രീതിയിൽ പ്രീമേച്ചർ ഗ്രേയും ആന്റി ഏജിംഗ് ഒക്കെ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയാണ്, വളരെ നേരത്തെ കിടന്നുറങ്ങുക. ജീവിതത്തിൽ ഒരു സിസ്റ്റം ഉണ്ടാക്കുക. വരാൻ പോകുന്നത് 2025 ആണ്. ലോകത്ത് നല്ലൊരു ശതമാനം ആളുകളും നന്നാവണമെന്ന് തീരുമാനിക്കുന്നത് ഓരോ ന്യൂ ഇയർ വരുമ്പോഴാണ്, പുതുവർഷം വരുമ്പോഴാണ്. ഏറ്റവും കൂടുതൽ ജിമ്മിന്റെ മുതലാളിമാര് പണം ഉണ്ടാക്കുന്നത് ഓരോ ന്യൂ ഇയർ കടന്നു വരുമ്പോഴാണ്. നാട്ടിലുള്ള ചെറുപ്പക്കാരൊക്കെ തീരുമാനിക്കും, ഇൻഷാ അല്ലാഹ് 2025 ജനുവരി 1 മുതൽ ഞാൻ പുതിയ ആളാണ് എന്ന് പറഞ്ഞവർ ജിമ്മിന് പോയി ജോയിൻ ചെയ്യുമ്പോ ജിമ്മിന്റെ മുതലാളിമാര് പറയാറുണ്ട്, എന്നാ ആയിക്കോട്ടെ, ഞാൻ നിങ്ങൾക്ക് ഒരു ഓഫർ തരാം, 3 മാസത്തേക്ക് ഒരു ഓഫർ തരാം. ആകെ 1000 രൂപയാണ് മാസത്തിലെങ്കിൽ 3 മാസത്തേക്ക് 2500 രൂപയ്ക്ക് ഞാൻ നിങ്ങൾക്ക് അഡ്മിഷൻ ചാർജ് ഇല്ലാതെ നിങ്ങൾക്ക് ഞാൻ അഡ്മിഷൻ തരാം എന്ന് പറഞ്ഞ് മക്കളൊക്കെ ആദ്യത്തെ വർഷമായതുകൊണ്ട് ആവേശത്തോടെ നന്നാവണം, നല്ലൊരു ബോഡി ഫിറ്റ്നസ് വേണമെന്നുള്ള بيتا أنت ساكنه ليس محتاجا إلى السرج وجهك والله حجتنا يوم يأتي الناس بالحجج ومريضا أنت ذاكره قد أتاه الله بالفرج صل رب العالمين على سيد الكونين والسرج فزمن قد كنت بغيته والسماء في أرفع الدرج باذلا في الحب مهجته سامحا بالروح والمهج يا كريم الجود راحته فكفيت البحر واللجج بيتا أنت ساكنه ليس محتاجا إلى السرج وجهك والله حجتنا يوم يأتي الناس بالحجج ومريضا أنت ذاكره قد أتاه الله بالفرج صل رب العالمين على سيد الكونين والسرج فزمن قد كنت بغيته والسماء في أرفع الدرج باذلا في الحب مهجته سامحا بالروح والمهج يا كريم الجود راحته فكفيت البحر واللجج والذين كفروا بيتا أنت ساكنه ليس محتاجا إلى السرج وجهك والله حجتنا يوم يأتي الناس بالحجج ومريضا أنت ذاكره قد أتاه الله بالفرج صل رب العالمين على سيد الكونين والسرج فزمن قد كنت
എന്നത് അഭിമാനത്തോടുകൂടി നമ്മൾ ഓർക്കുകയാണ്. നാടിന്റെ ചരിത്രത്തോടൊപ്പം പങ്കാളിത്തമുള്ള ഒരു കുടുംബം എന്ന നിലയിൽ കഴിഞ്ഞ 200 വർഷക്കാലത്ത് ചരിത്രത്തിന്റെ പ്രൗഢി നമുക്ക് ഈ കുടുംബ സംഗമത്തിലൂടെ فزمن قد كنت بغيته بذلا في حب مهجته يا كريم الجود راحته بيتا أنت ساكنه وجهك والله حجتنا ومريضا أنت ذاكره رب العالمين على سيد الكونين والسرج فزمن قد كنت بغيته والسماء في بيتا أنت ساكنه وجهك فزمن قد كنت بغيته بذلا في حب مهجته يا كريم الجود راحته فكفيت البحر واللجج إن بيتا أنت ساكنه ليس محتاجا إلى السرج وجهك والله حجتنا يوم يأتي الناس بالحجج ومريضا أنت ذاكره قد أتاه الله بالفرج صل رب العالمين على سيد الكونين والسرج فزمن قد كنت بغيته والسماء في رفع الدرج بذلا في حب مهجته سامحا بالروح والمهج يا كريم الجود راحته فكفيت البحر واللجج أنت ساكنه ليس محتاجا إلى السرج وجهك والله حجتنا يوم يأتي الناس بالحجج ومريضا أنت ذاكره قد أتاه الله بالفرج صل رب العالمين على سيد الكونين والسرج فزمن قد كنت بغيته والسماء في رفع الدرج بذلا في حب مهجته سامحا بالروح والمهج يا كريم الجود راحته فكفيت البحر മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന്
എത്തിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെക്കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക, എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തോളി, അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. Allah